അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന കേരള PSCയുടെ ട്രംപ് കാർഡ് KS അനൗൺസ്മെന്റ് വന്നത് നിങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നു. ട്രംപ് കാർഡ് എന്ന് ഞാൻ പറഞ്ഞത് ഇൻ ഓൾ സെൻസ് ഒരു PSC എക്സാമിനേഷൻ എഴുതി ഒരാൾക്ക് എത്താൻ പറ്റാവുന്ന ഏറ്റവും ഉന്നതയുള്ള പോസ്റ്റാണ് KS എന്ന് പറയുന്നത്. നിങ്ങൾ ഇതുവരെ എഴുതിയിട്ടുള്ള PSC എക്സാമിനേഷന്റെ രീതിയല്ല KSലേക്ക് വരുമ്പോൾ. അതിന് UPSC എക്സാമിനേഷൻ പാറ്റേണുമായി വളരെ അടുത്ത് നിൽക്കുന്നതാണ്. അതായത് ഇവിടെ നിങ്ങളുടെ കോൺസെപ്റ്റൽ ക്ലാരിറ്റി, അനലിറ്റിക്കൽ എബിലിറ്റി, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇതെല്ലാം ടെസ്റ്റ് ചെയ്യപ്പെടും. UPSC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇവിടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും PSC എക്സാമിനേഷനുകൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പിടിച്ചാൽ കിട്ടാവുന്ന ഒരു മുന്തിരി തന്നെയാണ് KS എന്ന് പറയുന്നത്. 3 സ്ട്രീമുകളിലായിട്ടായിരിക്കും KS എക്സാമിനേഷൻ നടക്കുക. അത് ആദ്യത്തെ സ്ട്രീമിൽ നേരിട്ടുള്ള നിയമനമാണ്, രണ്ടാമത്തെ സ്ട്രീമും മൂന്നാമത്തെ സ്ട്രീമും ഗവൺമെന്റ് എംപ്ലോയീസിനായിട്ട് റിസർവ്ഡ് ആണ്. ഏറ്റവും വലിയ അട്രാക്റ്റീവ് ഫാക്ടർ വിത്ത് റെസ്പെക്ട് ടു KS എക്സാമിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ജൂൺ 14 എക്സാം തുടങ്ങി 2026 ഫെബ്രുവരി 16 ആവുമ്പോഴേക്കും നിങ്ങൾക്കൊരു KS ഓഫീസറായി ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് അവസരങ്ങളുടെ ഒരു വലിയ വാതിൽ തന്നെയാണ് KS നിങ്ങൾ മുന്നിൽ തുറന്നിടുന്നത്. സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറി ആയും, റവന്യൂവിൽ ഡെപ്യൂട്ടി കളക്ടറായും, റൂറൽ ഡെവലപ്മെന്റിൽ ADC ആയുമുള്ള വലിയ സാധ്യതകളും 8 വർഷം കൊണ്ട് IASലേക്ക് കൺഫേർഡ് ആവാനുള്ള ഓപ്ഷനാണ് KS നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കിയത്. റോബർട്ട് ഫോസ്റ്റിന്റെ കവിത അവസാനിക്കുന്ന പോലെ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒത്തിരി സഞ്ചരിക്കാനുണ്ട്. KS നമുക്കൊരു പുതിയ വഴിയാണ്, ശ്രമിച്ചാൽ കിട്ടാവുന്ന വലിയൊരു വഴി.